സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രതിനിധി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹം വന്നിറങ്ങുന്നതായ ഇടത്ത് വിരിക്കേണ്ടുന്നതായ പരവതാനി ഇന്ന നിറത്തിലുള്ളതായിരിക്കണമെന്നും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആളുകൾ ഇന്നിന്ന റാങ്കിലുള്ള ആളായിരിക്കണമെന്നും ആദ്യം അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഇന്നിന്ന വ്യക്തികളായിരിക്കണമെന്നും പിന്നീട് ക്രമമനുസരിച്ച് ആരൊക്കെയാണ് അവിടെ നിൽക്കേണ്ടതെന്നും എല്ലാം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടത്തപ്പെടുന്നത്. വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ നാം അടുത്തു ചെല്ലുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണം ദൈവത്തോട് ഇടപെടുന്നതെന്നും ദൈവം മുൻപാകെ നാം എങ്ങനെ നിൽക്കണമെന്നും എല്ലാം ദൈവവചനം നമ്മെ വളരെ കൃത്യമായി അറിയിക്കുന്നു. ദൈവം ആരാണ് എന്നുള്ളത് കൃത്യമായി അറിയാവുന്നൊരു വ്യക്തിക്ക് മാത്രമേ ദൈവവചനം നൽകുന്നതായ പ്രോട്ടോകോൾ പാലിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം ആരാണെന്ന് അറിയാൻ പാടില്ലാത്തവർ അവരവരുടെ മനസ്സിൽ തോന്നുന്ന രീതികൾ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ അതൊന്നും ദൈവവചനത്തിന് അനുസരണമായിട്ടുള്ളതല്ല എന്നും യഥാർത്ഥ ദൈവത്തിൻ്റെ മുൻപാകെ അവർക്ക് അങ്ങനെയൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നും ദൈവവചനം വളരെ കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്. 96-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ദൈവം മുൻപാകെ നാം ചെയ്യേണ്ടുന്നതായ കാര്യങ്ങൾ ക്രമമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ, തിരുമുൽക്കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവിൻ. നോക്കുക, ഇവിടെ വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ ഭയത്തോടെ നാം ചെല്ലണം എന്നും ദൈവം മുൻപാകെ നാം ചെല്ലുമ്പോൾ അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണമെന്നും തിരുമുൽക്കാഴ്ചയുമായി അവിടുത്തെ പ്രാകാരങ്ങളിൽ ചെല്ലുവാൻ നമുക്ക് സാധിക്കണമെന്നും വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കണമെന്നും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവെഴുത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇതേ കാര്യം ആവർത്തിച്ചിട്ടുള്ളതായി കാണുവാൻ സാധിക്കും. 29-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നാം ഇതുതന്നെയാണ് കാണുന്നത്: വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. ഇംഗ്ലീഷ് പരിഭാഷയിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: വർഷിപ്പ് ദ ലോർഡ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ഹോളിനെസ്. വിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ആദാമ്യവർഗത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപികളായിരിക്കെ എങ്ങനെയാണ് മനുഷ്യർക്ക് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുക? പാപസ്വഭാവത്തോടുകൂടെ പാപിയായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപാകെ എന്തെല്ലാം ചെയ്തിരുന്നാലും അതെല്ലാം കറപുരണ്ട തുണികൾ പോലെയാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവന് വിശുദ്ധനാകുവാൻ എന്താണ് വഴി? ദൈവവചനം ഇങ്ങനെ പറയുന്നു: അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിച്ച് വിശുദ്ധരാക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നത്? വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിക്കുന്നു. ഇതേ സംബന്ധിച്ച് ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. യാതൊരു പുണ്യപ്രവൃത്തികൾ കൊണ്ടും നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യമാകയില്ല. എന്നാൽ വിശ്വാസം മൂലം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ച് വിശുദ്ധരായി വിശുദ്ധമതികളായി തീരുന്നു. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്വർഗീയനാദം ശ്രവിക്കുന്ന താങ്കൾക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ എന്നോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുക: കർത്താവായ യേശുവേ, എനിക്കങ്ങേ ആവശ്യമാണ്. ഞാൻ പാപിയാണ്, എന്നാൽ എൻ്റെ പാപത്തിൽ തന്നെ വിടുവിക്കുവാൻ അവിടുന്ന് ഈ താണലോകത്തിലേക്ക് വന്നു എന്നും എനിക്ക് വേണ്ടി അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടുത്തെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്നെ അവിടുത്തെ വകയാക്കണമേ. ആമേൻ. ഇങ്ങനെ താങ്കൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചിരിക്കുന്നുവെങ്കിൽ താങ്കൾ ദൈവമകനായി ദൈവമകളായി തീർന്നിരിക്കുന്നു. താങ്കൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവാൻ താങ്കൾക്ക് സാധിക്കും. അതിന് ദൈവം താങ്കളെ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഓരോ ദിനവും നാഥനോടൊപ്പം കേൾക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ദൈവമേ, നിൻ സ്നേഹം ഞാൻ ഓർക്കും നന്ദിയായി.
ദൈവമേ നിൻ സ്നേഹം ഞാൻ ഓർക്കും നന്ദിയായി. പാടിയിടും സ്തുതിഗീതം എന്നെ വീണ്ടെടുത്തതാൽ. പാടിയിടും സ്തുതിഗീതം എന്നെ വീണ്ടെടുത്തതാൽ. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാം. സ്തുതിക്കു യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാം.